ഈ സ്ലാങ് ഉണ്ടല്ലോ ട്രിവാൻഡ്രം, അതെങ്ങനെയാ പഠിച്ചത്? അതിനും ഒരു സുനിയൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള മാരി സുനി എന്ന് പറഞ്ഞു. അപ്പോൾ ആളാണ് ഇതിൽ ശരിക്കും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നതൊക്കെ. എനിക്കും അനുതാപമായിരുന്നു, മറ്റേ മെയിൻ ക്യാരക്ടർ ജയ്ക്ക് അവരുമായിരുന്നു. അവൻ കോഴിക്കോട്, ഞാൻ ചാലക്കുടിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിരുന്നു ഇതായിരുന്നു പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് പിക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അറിയാണ്ട് തൃശ്ശൂർ വരും. അപ്പോൾ സാറ് പറയും, മോനെ ഇവിടേക്ക് വാ, ട്രിവാൻഡ്രത്തേക്ക് വാന്നുള്ളൊരു എപ്പോഴും പറയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാംഗ്വേജ് പ്രോബ്ലം എനിക്ക് പ്രശ്നമായിരുന്നു. സുര എന്ന് പറയുന്ന ക്യാരക്ടർ വിട്ടു പോകാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഭയങ്കര വിഷമം പോലെയായിരുന്നു കുറേ നാളത്തേക്കൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യണേ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മൂടിയിരിക്കുക, എനിക്ക് അതൊരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തെ ഈ പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കല്, അതിന്റെ ഇടയിലും ചെറിയ ചെറിയ ഡാൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സീക്വൻസുകൾ ഉണ്ടല്ലോ, അതായത് പണികൾ എടുക്കുന്നതിന്റെ ഇടയില് സമയം, അപ്പൊ ആളുകൾ ചീത്ത വിളിക്കുകയും മോശം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒറിജിനൽ ആയിട്ട് നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്താൽ ഞാൻ ചിലപ്പോൾ 3 വാക്ക് ചെയ്തു പോകും. ചിലപ്പം നമ്മൾ സൈഡ് വാക്കൊക്കെ ചെയ്ത് എന്തെങ്കിലും ഇപ്പൊ കണ്ണാടി കണ്ട ഉറപ്പാണ്. നമ്മൾ ഇപ്പോൾ ചെരുപ്പടലൊക്കെ കണ്ണാടി കണ്ടാവല്ലോ. അപ്പോൾ ഞാൻ ചെരുപ്പടയിൽ നിൽക്കുന്ന സമയത്ത് കണ്ണാടി കണ്ട് വേഗം അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ വാച്ചടയിൽ നിൽക്കണേ, അപ്പോൾ അവിടെയും കണ്ണാടി ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ട് ആ ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ ചുമ്മാ ഇത്, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡാൻസ് ഫ്ലോറിലും ഒരു കണ്ണാടി ഉണ്ടാവും. അപ്പം നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മളെ അങ്ങനെ സ്റ്റൈൽ പഠിക്കുന്നത്.